ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് നല്ല ടേസ്റ്റിൽ നമുക്കൊരു ദം ബിരിയാണി ഉണ്ടാക്കിയാലോ. നമ്മളിന്ന് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് മാരിനേഷന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഉപ്പാട്ട് ഇടുന്നത്. അതുപോലെ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടും. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ വെച്ചോളൂ. അപ്പോൾ കുറച്ചും കൂടി നല്ലതാണല്ലോ. അപ്പോൾ നമുക്ക് അതിന് ശേഷം ഇത് വറുത്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അത് നമ്മൾ ചിക്കൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 20 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണവും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1-2 കൂടി കൂടുതൽ ചേർത്തോട്ടോ. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. ഒത്തിരി പേസ്റ്റ് പോലെയൊന്നും ആവാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ ഒരു ചെറിയ തരി പോലെ കിടക്കണം. ആ ഒരു രീതിയിൽ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിലാട്ടോ നമുക്ക് ക്രഷ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തത് നമുക്ക് സവോള ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ 5 സവോളയായിട്ട് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് മസാലയിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ചിക്കൻ്റെ മസാലയിലേക്കും ഫ്രൈ ചെയ്താണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അവസാനം ദമ്മിടാനും ഫ്രൈ ചെയ്തത് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് കശുവണ്ടിയും മുന്തിരിയും വറുത്തെടുക്കാം. മുന്തിരി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ നമുക്ക് മുന്തിരി എടുക്കാം. നെക്സ്റ്റ് നമുക്ക് കുറച്ച് കശുവണ്ടി വറുത്തെടുക്കാം. ഈ കശുവണ്ടിയുടെയും മുന്തിരിയുടെ അളവുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. ഇപ്പോൾ കശുവണ്ടി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതും എടുക്കാം. ഇനി ഈ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് സവോളയും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. സവോള നമ്മൾ എപ്പോഴും ഇടുമ്പോൾ ഇങ്ങനെ വിടിയിച്ചിടണം കേട്ടോ. കട്ടയായിട്ട് ഇടരുത്. അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടില്ല. ഞാനിപ്പോൾ ഒരു ട്രിപ്പിൽ തന്നെ ഇതെല്ലാം വറുത്തെടുക്കുകയാണ്. നിങ്ങളുടെ പാത്രം ചെറുതാണെങ്കിൽ 2 ട്രിപ്പായിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഈ സവോള പെട്ടെന്ന് വറുത്ത് വരാനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1 ടീസ്പൂൺ ഉപ്പാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ സവോള ഫ്രൈ ചെയ്യാൻ വേണ്ടി അരിഞ്ഞ് വെച്ചിരുന്നു. ഒരു 1/4 ഭാഗം സവോള മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സവോളയുടെ 1/4 ഭാഗം അത്ര മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ചോറുണ്ടാക്കുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്കിതൊരു നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് ഈ സമയത്ത് നമുക്കിത് എടുക്കാം. അപ്പോൾ എടുക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് വേറൊന്നുമല്ല, നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി നമുക്കിത് വേഗം എടുക്കാം.
തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മുഴുവനായിട്ട് ഇത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കോരി എടുത്തപ്പോൾ തന്നെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ക്രിസ്പിനെസ് പോവാതെ നമുക്കിത് കിട്ടും. നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ ചിക്കൻ വറുത്തെടുക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ വറുത്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് 2 സൈഡ് താവുന്നത് വരെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് എടുക്കാം കേട്ടോ. ഇപ്പോൾ ചിക്കനൊക്കെ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊക്കെ എടുക്കാം. ഇനി നമുക്ക് കുറച്ച് അരി കുതിരാനായിട്ട് ഇടാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ഗ്ലാസ് ബസ്മതി റൈസ് ആയിട്ട് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കൈമ റൈസ് അല്ലെങ്കിൽ ജീരകശാല റൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് ബസ്മതി റൈസാണ്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 5 നമ്മുടെ അളവ് കപ്പ് ഉണ്ടല്ലോ, അതിൽ 5 കപ്പായിട്ട് എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഒരു 20 മിനിറ്റ് നമുക്കിത് കുതിരാനായിട്ടിടാം. ഇനിയിപ്പോൾ ചോറ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ അരി കുതിരാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വലിയ പാൻ ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2-3 ടേബിൾ സ്പൂൺ നെയ്യാട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഹോൾ മസാലകളൊന്ന് പൊട്ടിക്കണം. അത് നമ്മുടെ കുറച്ച് ഗ്രാമ്പൂ, ഒരു 3-4 ഗ്രാമ്പൂ, 4-5 ഏലക്കായ, 2 കഷ്ണം പട്ട, അതുപോലെ ഒരു ബേ ലീഫ്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത്രയും സാധനങ്ങളാട്ടോ ഞാൻ ഇട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന സബോള ഉണ്ടല്ലോ, ഒരു സബോളയുടെ കാൽഭാഗം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് സബോള ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. വാടി വരുന്ന സമയത്ത് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഒത്തിരി ബ്രൗൺ കളർ ആവാൻ നിൽക്കൊന്നും വേണ്ട. ഇപ്പോൾ സവോളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിയിലത്തെ വെള്ളമൊക്കെ നന്നായി കളഞ്ഞതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അരി ഇടുമ്പോൾ നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം കേട്ടോ. ഇനി അരി നമുക്ക് 2 മിനിറ്റോളം ഒന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഈ നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ. അരി വെന്ത് വരുന്ന സമയത്ത് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ നെയ്യിൽ വറുത്തെടുക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇപ്പോൾ അരി ഞാനൊരു 2 മിനിറ്റോളം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളമാട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരിക്കലും പച്ചവെള്ളം ചേർക്കരുത്. ഞാനിപ്പോൾ ഇവിടെ 5 ഗ്ലാസ് അരി എടുത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഇരട്ടി -1, അപ്പോൾ 9 ഗ്ലാസ് വെള്ളമാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 9 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് എപ്പോഴും വെള്ളത്തിൽ കുറച്ച് മുന്നിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു 4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്.
നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിൽ ഉപ്പിൻ്റെ ഇതൊന്ന് നോക്കാം. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അളവ് കറക്റ്റാണ്. അതല്ലെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. എന്നാലാണ് ചോറ് വെന്ത് വരുമ്പോൾ ചോറിലേക്ക് ഉപ്പ് പിടിക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ നല്ല കറക്റ്റാണ് കേട്ടോ, ഞാൻ നോക്കി. അപ്പോൾ നല്ല കറക്റ്റാണ്. ഇനി നമുക്കിത് തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലും തിളച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് മൂടി വെക്കാം കേട്ടോ. ഇനി നമുക്കിത് വെള്ളമൊക്കെ നന്നായി വറ്റിച്ച് നന്നായി വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കനിലേക്ക് വേണ്ട മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ വറുക്കാൻ ഉപയോഗിച്ച എണ്ണ തന്നെയാട്ടോ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ എണ്ണ എടുക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാനിപ്പോൾ ഈ എണ്ണ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ചെയ്യുമ്പോൾ ഇത്തിരി ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ എണ്ണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതൊക്കെ കരിഞ്ഞു പിടിക്കും. നമുക്കിനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ഈ ക്രഷ് ചെയ്തത് 1 മിനിറ്റോളം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ 3 തക്കാളി കേട്ടോ ചേർക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർക്കുന്നത്. അപ്പം പെട്ടെന്ന് നമുക്കിതൊന്ന് വെന്തുടഞ്ഞ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് തീയൊക്കെ കുറച്ചുകൂടി കൂട്ടി വെച്ചതിന് ശേഷം നമുക്ക് ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരണം. ആ ഒരു പരുവാവുന്നത് വരെ നമുക്കൊന്ന് മൂടി വെച്ചതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഒനിയൻസ് ചേർത്ത് കൊടുക്കാം. മുഴുവൻ ചേർക്കരുത് കേട്ടോ, കുറച്ച് നമ്മൾ ദമ്മിടാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മാത്രം ഇതിൽ നിന്ന് ഒരു 1/4 ഭാഗം നമുക്ക് ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർക്കാം. 1 പിടി പുതിനയിലയും 1.5 പിടി മല്ലിയിലയും ആട്ടോ ഞാൻ ചേർക്കുന്നത്. അതും നമുക്ക് കുറച്ച് ദമ്മിടാനായിട്ട് ആവശ്യമുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാട്ടോ ഞാൻ ചേർക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഈ മസാലയിലേക്ക് ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിതിൽ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് നോക്കിയിട്ട് പുളിയും ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ തരത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഉപ്പാട്ടോ ഇപ്പോൾ ചേർക്കുന്നത്. ഉപ്പ് നമുക്ക് ആദ്യം കുറച്ച് ചേർത്തിട്ട് നോക്കിയതിന് ശേഷം പിന്നെ ചേർക്കാം. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്കിതിലേക്ക് ചിക്കൻ ആട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ചിക്കനും മസാല എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലയാണ് നമ്മൾ ചേർക്കുന്നത്. നമ്മൾ ആകെ ആ ഒരു മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഗരം മസാലയോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായാലും ചേർക്കാം. ഞാൻ ഗരം മസാല വീട്ടിൽ പൊടിച്ചതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഗരം മസാല ഒരു 2.5 ടീസ്പൂൺ ആട്ടോ ചേർക്കുന്നത്. ഗരം മസാലയുടെ ടേസ്റ്റ് നന്നായിട്ട്, നമ്മൾ വേറെ മസാലകളൊന്നും വരുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഗരം മസാലയുടെ ടേസ്റ്റ് നന്നായി വരണം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
തീ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 2-3 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ. മസാലയും എല്ലാം കൂടിയും ചിക്കനിലേക്കൊക്കെ ഒന്ന് പിടിക്കാനും ഗ്രേവിയൊക്കെ നല്ലൊരു ടേസ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ദമ്മിടാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ദമ്മിടാനായിട്ട് ഒരു നല്ല കുഴിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കൊന്ന് നന്നായിട്ട് പരത്തിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നെയ്യൊന്നും ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് ലെയറായിട്ട് നമുക്ക് കശുവണ്ടി മുന്തിരി വറുത്ത് വെച്ചിരിക്കുന്നത് ചേർക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ലെയറുകൾ കൂടിയും റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം ഇനി നെക്സ്റ്റ് ലെയറായിട്ട് നമ്മൾ ചിക്കൻ, അതിൻ്റെ മുകളിൽ ചോറ്, അങ്ങനെ പിന്നെ നമ്മൾ ബാക്കി ചേർത്ത കശുവണ്ടി മുന്തിരി ഗരം മസാല അങ്ങനെ എല്ലാം ചേർത്ത് നമുക്ക് ഇത് ഫുള്ള് ലെയർ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ട് ലെയർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ദം ചെയ്യാനായിട്ട് തുടങ്ങാം. ഇനി ലോ ഫ്ലെയിമിൽ നമുക്കൊരു 10 മിനിറ്റാണ് നമ്മൾ ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു മൂടി വെച്ച് നമ്മളതൊന്ന് അടച്ച് വെക്കണം. ചില മൂടിക്ക് ഇതുപോലെ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഇതിനില്ല. അങ്ങനെ ഹോളുള്ളതാണെങ്കിൽ ഒരു ചെറിയ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതൊന്ന് അടച്ച് വെച്ചോളട്ടാ, എന്നാലേ ദമ്മ് ശരിക്കും കിട്ടുള്ളൂ. അപ്പോൾ അതിന് ശേഷം നമുക്ക് പിന്നെ ഒരു 10 മിനിറ്റ് കൂടി വെച്ചതിന് ശേഷം നമുക്ക് ദമ്മ് പൊട്ടിക്കാം. ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ അലുമിനിയം ഫോയിൽ ആദ്യം തന്നെ ഇവിടെ ഇട്ടതിന് ശേഷം ഈ മൂടി വെച്ച് ഒന്ന് അടച്ച് വെച്ചാലും മതി കേട്ടോ. അങ്ങനെയായാലും നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഫ്രൈ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തോളൂ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യില്ലേ. താങ്ക്